ഇത് പ്ലെയിൻ സ്പോട്ടിംഗ് ഒരു ഏരിയ ആണ്. അത് ഇത്ര അടുത്തുനിന്നൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു രസമല്ലേ. ഇതുണ്ട്, ഇത് റൺവേ ഈ കടലിലോട്ട് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ സിഡ്നി എയർപോർട്ടിൻ്റെ റൺവേ ആക്ച്വലി കടലിലോട്ട് നീണ്ടു നിൽക്കുന്നതാണ്. അതിൻ്റെ ക്യാപ്റ്റൻ വേവ് ചെയ്തു. കിണർ കുത്തി കോഫി. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലില് ഒരു 1.5 വീക്ക് ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇച്ചിരി തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 വീക്കിന്റെ ഗ്യാപ്പ് വന്നു. അപ്പൊ നമ്മള് ഇന്ന് ഒരു സ്ഥലം വരെ പോവാണേ. അപ്പൊ നിങ്ങളും കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. സ്ഥലം കോഫിക്കുട്ടനും ഉണ്ട്. സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഈ വീഡിയോക്കകത്ത് തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. സിറ്റിയുടെ അടുത്ത് തന്നെയുള്ള, സിഡ്നി സിറ്റിയുടെ അടുത്ത് കുറച്ചപ്പുറം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. നിങ്ങൾ ഇപ്പോൾ ഹൈലൈറ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. മൈ ബോസിനകത്ത് സൂര്യൻ തോട്ടിലേക്ക് പോകുന്ന കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ, അതുപോലെ നിങ്ങളെ ഞാൻ പ്ലെയിൻ തോട്ടിലേക്ക് പോകുന്ന കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോവാണേ. തോട്ടിലേക്കൊന്നും അല്ല, എന്നാലും വാ, നിങ്ങൾ കൂടെ വാ, അപ്പൊ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സിഡ്നി എയർപോർട്ടിൻ്റെ അടുത്താണ്. എന്ത് എയർപോർട്ടിൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും പ്ലെയിൻസ് നമുക്ക് ഒത്തിരി അടുത്തുനിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലെയിൻ സ്പോട്ടിങ് ഒരു സ്ഥലമായത്. അപ്പോൾ അതിന് വന്നേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ ആരെങ്കിലും സിഡ്നി വരുന്നുണ്ട്, യൂഷ്വൽ കണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടു, ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇതങ്ങനെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇത് അറിയുന്നവർക്ക് അറിയും, മിക്കവർക്കും അറിയായിരിക്കും, ഇവിടെയുള്ളവർക്ക് ഒത്തിരി അറിയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന്, ഒരു ബീച്ചാണ്, ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കാണുക. എങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ ഗൂഗിൾ മാപ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാം. അപ്പം വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാൽ ഇത് കറക്റ്റ് കാണും എന്നൊന്ന് ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ വാ, അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. വാ. കണ്ടോ, ചെറുക്കന് താഴെക്കൂട്ടൊന്നും നടക്കാൻ വയ്യ, ബോളിക്കൂടെ തന്നെ നടക്കണം. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു വാർണിംഗ് ഉണ്ട്, പ്ലീസ് ഡു നോട്ട് ഫീഡ് ദ ബേർഡ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ബേർഡ്സ് ആവും. അപ്പോൾ അത് ലാൻഡിങ്ങിനൊക്കെ റിസ്ക് അല്ലേ, ഈ ബേർഡ് ഹിറ്റൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ സ്ട്രിക്ട്ലി ബേർഡ്സിനെ ഫീഡ് ചെയ്തിരുന്നു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടോ, ദേ പോന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ട്, നമ്മുടെ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്കുന്നത്. വണ്ടിക്കകത്ത് ഇരുന്ന് തന്നെ കാണുക. പിന്നെ ഇതാണ് ബീച്ചിൽ കുറേ പേര് നിൽപ്പുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി നിൽക്കുക. ഇത് ആക്ച്വലി റൺവേ ആണ്. ഇതുണ്ട്, ഇത് റൺവേ ആണ്, ഈ കടലിലോട്ട് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ സിഡ്നി എയർപോർട്ടിൻ്റെ റൺവേ ആക്ച്വലി കടലിലോട്ട് നീണ്ടു നിൽക്കുന്നതാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ ഞാൻ ഇതിനകത്ത് കാണിക്കാവേ, ഗൂഗിൾ മാപ്സിൽ. നമ്മൾ സിഡ്നി എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. ഫുള്ള് ഈ കടലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സംഭവം. കുറച്ച് ഫ്ലൈറ്റ്സൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടാക്സി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അതെ, ഇത് ശ്രീലങ്കൻ എയർലൈൻസ് ആണേ. നമുക്കങ്ങനെ എഴുതി ആ ഫ്ലൈറ്റ്സിൻ്റെ ഏത് ഫ്ലൈറ്റാണ്, ഏത് എയർലൈനാണെന്ന് നമുക്ക് എഴുതുന്ന കാണാൻ പറ്റും. അത്ര അടുത്തുനിന്നാണ് കാണുന്നത്. ദേ പോയി. ഹായ്, നല്ല രസമുണ്ട് കാണാൻ. കോഫി എല്ലാം കാണുന്നുണ്ടോ? അശ്വിനെ ഇവിടെ ഇരുന്ന് കാണുക. ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സിഡ്നി എയർപോർട്ടിലെ ഗൂഗിൾ മാപ്പ് വ്യൂ. കണ്ടില്ല, അതിന്റെ 2 റൺവേ ഇങ്ങനെ സീലോട്ട് കടലിലോട്ട് ഇറങ്ങി കിടക്കുന്നത്. പിന്നെ ഇപ്പൊ കാണിക്കുന്ന അതാണ് ബീച്ച്. ദ ബീച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലം അവിടെയാണ്. പക്ഷേ ഈ ബീച്ചിൽ ഇറങ്ങേണ്ട കാര്യമില്ല, ഇപ്പുറത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും. ഞാൻ പിന്നെ ഇറങ്ങി എന്താ സംഭവം എന്നൊന്ന് അറിയാനായിട്ട്. അശ്വിനും കോഫി അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ ബീച്ചിൽ ഇറങ്ങാണ്ട് അവിടെ നിന്നാലും കാണാൻ പറ്റും. പക്ഷെ ബീച്ചിൽ ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ബീച്ച് കാണിച്ചു തരാം. അശ്വിൻ ദേ അവിടെ നിൽപ്പുണ്ട്, കാണാവോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് ബീച്ച്, പ്ലെയിൻ സ്പോട്ടിംഗ് ബീച്ച്. നമ്മൾ മാപ്സിനകത്ത്, ഗൂഗിൾ മാപ്സിനകത്ത് ദ ബീച്ച് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ദ ബീച്ച്, അപ്പോൾ അതിനകത്ത് വന്നോളും. ദ ബീച്ച് പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നോളും. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടോ, അത് മൊത്തം റൺവേ ആട്ടോ. ഇത് കടലിലോട്ട് നീണ്ടു നിൽക്കുന്ന റൺവേ ആണ്. ഇപ്പോൾ സിഡ്നി എയർപോർട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള എയർപോർട്ടാണ്. നമുക്ക് എപ്പോൾ വന്നാലും നമുക്ക് അത്യാവശ്യം പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റും, ടേക്ക് ഓഫും ലാൻഡിങ്ങിനൊക്കെ. അപ്പോൾ ഈ റൺവേയിലുള്ള ടേക്ക് ഓഫ്സ് ഒക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാം. ഇതിൻ്റെ അപ്പുറത്തുമൊക്കെ ഉണ്ട് റൺവേസ്. അപ്പോൾ അവിടെ വരുന്നത് നമുക്ക് അങ്ങനെ കാണത്തില്ല. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ നിന്ന സ്ഥലമില്ല, കാറ് പാർക്ക് ചെയ്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ടാക്സി ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ 2-3 കണ്ടു. 2-3 ടേക്ക് ഓഫ് നമ്മളിപ്പോൾ കണ്ടില്ലേ. ഇതേ പോകുന്നു ഇതേ കോൺടസ്. ഇത് കോൺടസ് ആണ്. അയ്യോ, ശരിക്കും പറഞ്ഞാൽ റൺവേയുടെ ടെയിലാണിത്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് ഇതിലെ കൂടെ റൺ ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നില്ല. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ചില ഫ്ലൈറ്റ്സൊക്കെ ഓൾമോസ്റ്റ് ഇതിൻ്റെ അപ്പുറത്തും റൺവേ ഉണ്ടല്ലോ, അവിടുന്ന് സ്പീഡ് അറ്റൈൻ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴത്തേനും ടേക്ക് ഓഫ് ആകുന്നുണ്ട്. അവിടെ നോക്കി നിൽക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യമല്ല, നന്നായിട്ട് കാണാൻ പറ്റും ഏത് എയർലൈൻസ് ആണ്. നമുക്ക് അതിൻ്റെ റൈറ്റിങ് കോൺടസ് ആണോ, ബ്രിട്ടീഷ് എയർവേസ് ആണോ, കാത്തേ പസഫിക് ആണോ എന്നൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത്ര അടുത്തുനിന്നാണ്. അപ്പോൾ ആൾക്കാരിത് അവിടെ പോയി നിൽപ്പുണ്ട്, വേണമെങ്കിൽ അവിടെയും പോയി നിൽക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കോഫി വന്നില്ല, കോഫിയും മഷീനോട് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കോഫിയുടെ കാലം മൊത്തം ചെളിയാവും, പിന്നെ വണ്ടി മൊത്തം ചെളിയാവും എന്ന് വെച്ചിട്ട് അശ്വിൻ അവിടെ തന്നെ നിന്നു. ഞാനൊന്ന് ഇറങ്ങി. അപ്പോൾ ആരെങ്കിലും സിഡ്നിയിലുള്ളവരോ അല്ലെങ്കിൽ സിഡ്നി വിസിറ്റ് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നല്ലൊരു സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി സിഡ്നി ഒത്തിരി സ്ഥലം കാണാനുണ്ട്, കുറേ ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട്, അല്ലാണ്ടുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇച്ചിരി സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നല്ലൊരു ഇതാണ്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, ബുക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ചുമ്മാ അവിടെ വന്ന് നിന്നാൽ മതി. ബീച്ചാണോ വെച്ചാൽ ബീച്ചാണ്, പക്ഷേ അങ്ങനെ ഒരു ബീച്ച് പേർപ്പസ് അല്ല ഇത്. ഇത് പ്ലെയിൻ സ്പോട്ടിങ് ഒരു ഏരിയ ആണ്. അത് ഇത്ര അടുത്തുനിന്നൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു രസമല്ലേ. സിഡ്നിയിൽ ഉള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ബീച്ച് വെച്ച് നോക്കുമ്പോൾ ഇതങ്ങനെ ഒരു ബീച്ചായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല. ഇത് ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ബീച്ച് അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പേർപ്പസ് നന്നായിട്ട് അടുത്തുനിന്ന് നമുക്ക് പ്ലെയിൻ സ്പോട്ട് ചെയ്യാം. പക്ഷേ ഉണ്ടല്ലോ, നോക്കിയിരിക്കണം. നമ്മൾ അവിടം വരെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ റൺവേ. പക്ഷേ നമ്മൾ ഇപ്പോൾ വരും, നമുക്ക് ഇവിടെ നിന്നൊക്കെ അത് ഓടുന്ന കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് തന്നെ ഈ നേരത്തെ പറഞ്ഞ സ്പീഡ് അറ്റൈൻ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ ഡും എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്കാം. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സമയം 4:30, വൈകുന്നേരം 4:30. അങ്ങനെ വിൻ്ററിലാണെങ്കിൽ ഒരു 5-5:30 ഒക്കെ ആകുമ്പോഴത്തേന് ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എപ്പോൾ വന്നാലാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ്സിൻ്റെ ആ ലിസ്റ്റിൽ നോക്കിയിട്ട് വരാം. പക്ഷേ ഇവിടെ എപ്പോഴും തന്നെ അത്യാവശ്യം ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബിസി എയർപോർട്ട് ആയതുകൊണ്ട് അങ്ങനെ പേടിക്കാനില്ല. എപ്പോൾ വന്നാലും നിങ്ങൾക്ക് കുറച്ച് ഫ്ലൈറ്റ്സ് കാണാൻ പറ്റും. ഇതേ കോഫി മെഷീൻ ഇറങ്ങി കേട്ടോ. ഇത് വരുന്നുണ്ട്. ഇവന് ഇത്രയും ഇഷ്ടമുള്ള വേറെ പരിപാടിയില്ല. മണ്ണിക്കളിക്കല്. നിന്നേ പയ്യെ പോ. ഓഹോ, എന്തൊരു. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് നിന്നേ. അത് ജെറ്റ് സ്റ്റാർ
ജെറ്റ് സ്റ്റാർ ഇവിടുത്തെ ഡൊമസ്റ്റിക്കാ. സിംഗപ്പൂർ എയർലൈൻസ്. ടിൻഡിൻ 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 തിരി. ഹായ്, ഇത്ര അടുത്തൊന്ന് കാണാമല്ലോ. ക്യാപ്റ്റൻ വേവ് ചെയ്തു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് സിംഗപ്പൂർ എയർലൈൻസിന് ക്യാപ്റ്റൻ വേവ് ചെയ്ത് കണ്ടോ. ഞാനത് സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം കാണാൻ പറ്റിയെന്ന് അറിയില്ല. എന്തോ എന്താ വെള്ളത്തിലിറങ്ങോ, അത് പറ്റൂല. ആ തുടങ്ങി കുഴിക്കില്. കുളിക്കാൻ കോഫി വെള്ളത്തിൽ കയറിയാലോ, വെള്ളത്തിൽ ചടിയാലോ? കുഴിക്കണം. കിണർ കുത്തി കോഫി. ആർക്കെങ്കിലും കിണർ കുത്താനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, കോഫി വരുന്നതായിരിക്കും. കോണ്ടസിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതാണ് ഇപ്പോൾ. ഇത് അത്യാവശ്യം ഞങ്ങൾ ഈ ഫെൻസിൻ്റെ ഇവിടം വരെ എത്തി. അതിവിടെ കടക്കാൻ പറ്റില്ല, കണ്ടില്ലേ? വാർണിംഗ്, എയർ സൈഡ് ഏരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അൺഓത്തറൈസ്ഡ് എൻട്രി പ്രൊഹിബിറ്റഡ്. $5,000 മുകളിലാണ്. ഇങ്ങനെയൊരു സെക്യൂരിറ്റി കാർ ഇവിടെ എപ്പോഴും കിടക്കുന്നുണ്ട്. ആരെങ്കിലും ചാടിക്കേറിയാലോ ആവേശം മൂത്തിട്ട്. ഇതാ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് മുകളിലോട്ട് നടന്നു കയറിയതാ. ഇതാ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മളിപ്പം ഇതാ ബീച്ച്, നമ്മൾ നേരത്തെ കണ്ട ബീച്ച്. ഇതിലേക്കൂടെ ഇങ്ങനെ കയറിയാൽ നമുക്ക് കുറച്ചും കൂടെ റൺവേയുടെ അടുത്ത് നിൽക്കാം. പക്ഷെ ഒന്നും കാണത്തില്ല, ഗ്രില്ലുള്ളതുകൊണ്ടേ. ഇതിലും ഭേദം ബീച്ചിൽ നിന്ന് കാണുന്നതാണ്. പിന്നെയും തിരിച്ച് ബീച്ചിലോട്ട് പോയി. അതേതാ? റെക്സ് എയർലൈൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈനാണ്. നമ്മുടെ നാട്ടിലെ ഗോ എയർ ഒക്കെ പോലെ ഉണ്ടല്ലോ. താഴെ ഒരുത്തരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡോഗ് വന്നിട്ടേ കുറേ നേരം വലിക്കുന്നു അവന് വെള്ളത്തിൽ ചാടാനായിട്ട്. ഇപ്പം വെള്ളത്തിൽ ചാടിയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരിക. നമ്മുടെ കോഫിക്ക് പിന്നെ വെള്ളം അലർജിയാണ്. അവന് ഈ മണ്ണി കിടന്നുള്ള കളിയേ ഉള്ളൂ. അയ്യോ പാവം, അത് പിന്നെ വെള്ളത്തിൽ ചാടുകയാണ്. ഇല്ല, പോയില്ല. പിങ്ക് സ്കൈ ഈസ് പിങ്ക്. ഇത് ഇപ്പോൾ ഓൾറെഡി ലാൻഡ് ചെയ്ത ഫ്ലൈറ്റാണ്. എന്നിട്ട് ടാക്സി ചെയ്ത് ഇതിലേക്കൂടെ വരുന്നത്. ഇത് സിംഗപ്പൂർ എയർലൈൻസ്. ഖത്തർ എയർവേസ്. ടാക്സിങ് അല്ല, ഖത്തറല്ലേ? അതെ ഖത്തറ. ഓ, അപ്പോൾ അതിങ്ങോട്ട് പോരുമായിരിക്കും. അതിപ്പോൾ ഇങ്ങനെ പോയിട്ട് കറങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരുമായിരിക്കും അല്ലേ? എൻ്റെ കോഫി ഇതെന്തുവാ? കോഫിയോടെ വലിയ കുഴി ഉണ്ടാക്കി. ഞാനിപ്പോൾ ഒരു അടി എടുത്തിരുന്നെങ്കിൽ ഞാൻ കുഴിക്കകത്ത് വീണേനെ. അത് നിർത്തിയോ അവിടെ? തിരിയുന്നില്ലേ ചേട്ടാ? നടക്കണം കോഫി. അവന് പൊക്കത്തൂടെ തന്നെ നടക്കണം. നേരത്തെ താഴെക്കൂടെ നടത്തിച്ചു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പൊങ്ങി കാണിച്ചു തരുക നമ്മളെ, അവനെ മുകളിൽ കയറ്റി വെക്കാനായിട്ട്. പക്ഷെ സൂക്ഷിച്ചു പിടിക്കണം, അവൻ അറ്റത്തൂടെ ഇറക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ സിഡ്നിയിലെ പ്ലെയിൻ സ്പോട്ടിങ്. ഇവിടെ നോ ഫിഷിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറേ പേര് ഇവിടെ ഫിഷ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് എയർലൈൻസ് ഒക്കെ കാണാൻ പറ്റി. പക്ഷേ ഇവിടുത്തെ ബെസ്റ്റ് ടൈം ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ 6 AM to 11 AM. എന്നാൽ പോലും ഇപ്പം തന്നെ ഞങ്ങൾ ഒത്തിരി കണ്ടേ. ഇപ്പോൾ തന്നെ ഒരു 10-15 ഫ്ലൈറ്റ്സ് കണ്ടു. അപ്പോൾ 6 AM to 11 AM വന്നാൽ കുറച്ചും കൂടെ കാണാമായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ